ഹലോ എവരി വോൺ വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇസ് മീ നാഫി. നിങ്ങളുടെ മോഡൽ എക്സാമോ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മോഡൽ എക്സാം? ഒന്ന് കറക്റ്റായിട്ട് അതിനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ നിങ്ങളുടെ മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ച കാര്യങ്ങളൊക്കെ വന്നോ? വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയോ? അതോ മോഡൽ എക്സാം ആകെ തകർന്നു പോയോ? മോഡൽ എക്സാം ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ലേ? മോഡൽ എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റഡി പ്ലാൻ തരിക. പബ്ലിക് എക്സാം എങ്ങനെ സെറ്റാക്കണം. അപ്പോൾ മോഡൽ എക്സാം എജ്യൂപോഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ചിരുന്നോ? അല്ലെങ്കിൽ എജ്യൂപോഡ് പറഞ്ഞത് പഠിക്കാതെ നിങ്ങൾ പോയിട്ട് വേറെന്തോ കണ്ടിട്ട് നിങ്ങൾ പഠിക്കാതെ പോയിട്ട് എജ്യൂപോഡ് പറഞ്ഞത് വന്നപ്പോൾ നിങ്ങൾക്ക് സങ്കടമായോ? എല്ലാ കാര്യങ്ങളും മോഡൽ എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ? നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എഴുതിയപ്പോഴുള്ള അവസ്ഥ, നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ആൻസർ പേപ്പേഴ്സ് ടീച്ചേഴ്സ് തന്നോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്നാണ് ആൻസർ പേപ്പർ തരാമെന്ന് പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മോഡൽ എക്സാമായിട്ട് ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം. പൊതുവേ എല്ലാവർക്കും മോഡൽ എക്സാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും നമ്മുടെ പ്രധാന പരീക്ഷ പബ്ലിക് എക്സാം എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 3-നാണ്. ഇനി വെറും 7 days, 7 ദിവസം മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനുള്ളൂ. ഈ 7 ദിവസം നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെ പഠിക്കുന്ന ഒരു ചിന്ത ഉണ്ടാക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളൊന്നും പോകാനുണ്ടാവില്ല. മിക്കവാറും രാവിലെയും രാത്രിയും ഉച്ചക്കൊക്കെ നിങ്ങൾ ഫ്രീ ആയിരിക്കും. 8 മണിക്കൂർ ഉറക്കത്തിനായിട്ട് മാറ്റിവെച്ച് ബാക്കി സമയം നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്രയും നിങ്ങൾ പഠിക്കും. പക്ഷേ ഉറക്കം മസ്റ്റാട്ടോ. ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങണം. 8 മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് ഉറങ്ങിയിട്ട് ബാക്കി സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. ഓരോ മണിക്കൂർ പഠിച്ചതിന് ശേഷം 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത മണിക്കൂർ പഠിക്കട്ടോ. പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠനാവശ്യങ്ങൾക്കല്ലാതെ റീല് കാണാനോ ഷോർട്സ് കാണാനോ ഒന്നും നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഉപയോഗിക്കാനായിട്ട് ഫോൺ എടുക്കാൻ നിൽക്കരുത്. പഠിക്കാനായിട്ട് വേണം നിങ്ങൾക്ക് ഫോൺ എടുക്കാം. PYQs റെഫർ ചെയ്യാൻ ഫോൺ എടുക്കാം. അല്ലാത്ത ആവശ്യങ്ങൾക്കൊന്നും നിങ്ങൾ ഫോൺ എടുക്കരുത്. പിന്നെ PYQs റെഫർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ PYQs നിങ്ങൾക്ക് എവിടെ കിട്ടും? എജ്യൂപോഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അത് റിസോഴ്സസ് നമ്മൾ ഫ്രീ ആയിട്ട് PYQs തരുന്നുണ്ട്. ആ PYQs നോക്കിയിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ പലരുടെയും ചോദ്യമാണ്, മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് ചോദിക്കുമെന്ന്. ചോദിക്കാറുണ്ട് കേട്ടോ. മോഡൽ എക്സാമിന് ചോദിച്ച ഒരു 5-6 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് ചോദിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നോ ഏതെങ്കിലും ഒരു ചോദ്യമോ മോഡൽ എക്സാമിന് ചോദിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളത് പഠിക്കാതെ പബ്ലിക് എക്സാമിന് പോകരുത്. കാരണം മോഡൽ എക്സാമിന് ചോദിച്ച പല ചോദ്യങ്ങളും അതേപോലെ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ nafi.ejupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക കേട്ടോ. nafi.ejupod. ഇത് എജ്യൂപോഡിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക, nafi.ejupod. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച പല ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനോ ടോപ്പിക്കോ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് കളയരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്. അതുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നണം എന്നെക്കൊണ്ട് നേടാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നണം ഞാൻ പഠിച്ചെടുക്കുന്നുള്ളത്. അതിന് വേണ്ട സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് നമ്മൾ റെഡിയാണ്. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഡെയിലി ഏതൊക്കെ സമയം പഠിക്കും. അപ്പം നിങ്ങൾ പൊതുവേ രാവിലെയൊക്കെ ആയിരിക്കും പഠിക്കാറില്ല. രാത്രി കുറേയൊക്കെ ടഫുള്ള വിഷയങ്ങൾ പഠിക്കുക, രാവിലെ കുറേയൊക്കെ ഈസിയുള്ള വിഷയങ്ങൾ പഠിക്കുക, PYQs റെഫർ ചെയ്ത് പഠിക്കുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി നിർത്തുക. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പലതിലേക്കും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്ത എന്താണെന്നറിയോ? നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നിങ്ങളിപ്പോൾ +2-ലെത്തി, നന്നായിട്ട് പഠിച്ചാലേ +2-ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പിന്നോട്ടേക്ക് വലിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പഠനത്തിൽ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ഓരോ ദിവസവും ഏത് സബ്ജക്റ്റ് പഠിക്കണം, ഓരോ ദിവസവും ഏത് വിഷയം പഠിക്കണം, ഓരോ ദിവസവും ഏത് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ കാത്ത് മികച്ച റിസൾട്ട് ഉണ്ട്. പലർക്കും മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം, മോഡൽ എക്സാം ടഫായിട്ടുണ്ടാവാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മോഡൽ എക്സാമാണ്. തെറ്റ് പറ്റിപ്പോയി, നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി. പക്ഷേ നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിങ്ങളുടെ മുന്നിൽ പബ്ലിക് എക്സാം ഉണ്ട്. മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, മോഡൽ എക്സാമിൽ നിങ്ങൾ വരുത്തിയ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ മോഡൽ എക്സാമിന് ഒരു പാഠപുസ്തകമാക്കി എടുത്തുകൊണ്ട് മോഡൽ എക്സാമിന് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കാത്ത് ഒരടിപൊളി റിസൾട്ട്, ഒരു ബെസ്റ്റ് റിസൾട്ട്, ഒരു മികച്ച റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ
ചെയ്തു തന്ന ആളുകളാണ് നിങ്ങളുടെ പാരൻസ്. അവരുടെ മുഖത്ത് നിങ്ങൾക്ക് ഒരു മികച്ച റിസൾട്ട് വാങ്ങിക്കൊണ്ട് പുഞ്ചിരി ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. സോ നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, ഇനി അങ്ങോട്ട് നടക്കുന്ന ലൈവുകളുടെ നോട്ടുകളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അയച്ചു തരും. ലൈവ് തീർന്ന ഉടനെ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും +2 പബ്ലിക് എക്സാം ഈസി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.